എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് 10 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചപ്പോൾ അതിൽ 1 ലക്ഷത്തോളം അപേക്ഷകൾ ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 1 ലക്ഷം അപേക്ഷകൾ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളുടെ അപേക്ഷയും നിരസിക്കാതിരിക്കുന്നതിനായിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഡിസംബർ 22 മുതലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ തദ്ദേശീയ വകുപ്പിന്റെ കീഴിലുള്ള കെ സ്മാർട്ട് സംവിധാനം വഴി സംസ്ഥാനത്ത് സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നത്. കെ സ്മാർട്ട് മുഖേന അതത് തദ്ദേശീയ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അക്ഷയ ജനസേവന കോമൺ സർവീസ് സെന്റർ പോലുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ മുഖേന നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. 6 ഘട്ട പരിശോധനകൾ നടത്തുന്ന തരത്തിലാണ് പെൻഷൻ അപേക്ഷ പരിശോധനാ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപേക്ഷ നൽകുന്നവർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ പെൻഷനോ ഗുണഭോക്താക്കളല്ലാത്തവരാകണമെന്നും നിബന്ധനയുണ്ട്. സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാറടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷകരുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കി ഇത്തരം അയോഗ്യതകൾ ഉണ്ടെങ്കിൽ അപേക്ഷകൾ നിരസിക്കുകയും ചെയ്യുന്നതാണ്. അർഹത കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ പരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രായം തെളിയിക്കുന്നതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കുന്നതാണ്. അർഹരാണെന്ന് കണ്ടെത്തുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാസം 1000 രൂപ വീതം സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത് പോലുള്ള എല്ലാ മാസവും നൽകുന്നതാണ്. അർഹതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പഞ്ചായത്ത് തലങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തുമെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ 10 ലക്ഷത്തോളം അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. സർക്കാർ 30 ലക്ഷത്തിലധികം അപേക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതിനായിട്ട് അവസാന തീയതി ഒന്നും തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ പദ്ധതികളിലേക്ക് വരും നാളുകളിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കുന്നതിന് അക്ഷയ കേന്ദ്രത്തിലെ ഫീസ് 40 രൂപയായിട്ട് സർക്കാർ അറിയിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകളുടെ സ്കാനിംഗ് തുടങ്ങിയവ ആവശ്യമായിട്ട് വരുന്ന പക്ഷം മുൻ ഉത്തരവുകൾ പ്രകാരമുള്ള ഫീസ് അവയ്ക്ക് ഈടാക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൂടി നൽകേണ്ടതായിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം തന്നെ റേഷൻ കാർഡിന്റെ കോപ്പി, ആധാർ നമ്പർ കൂടാതെ തന്നെ മറ്റ് ക്ഷേമ പദ്ധതികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന സത്യപ്രസ്താവനയും നൽകേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ഫോർമാറ്റ് വാങ്ങി അത് പൂരിപ്പിച്ച് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ തന്നെ നൽകിയാൽ മതി. അതോടൊപ്പം തന്നെ സ്കാൻ ചെയ്ത അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവിടെ നിന്നുള്ള പ്രിന്റ് ഔട്ടുകൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പഞ്ചായത്തിൽ നിന്ന് അന്വേഷണത്തിന് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അത് കാണിക്കേണ്ടി വരുന്നതാണ്. പഞ്ചായത്തിൽ നിന്നും ഇനി അത് നേരിട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് എത്രയും വേഗം തന്നെ നൽകേണ്ടതാണ്. വീട്ടിൽ മറ്റുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ പോലുള്ള ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയാണ് എങ്കിലും 35നും 60നും ഇടയ്ക്ക് വയസ്സുള്ള അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പെൻഷൻ അപേക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കുവാനായിട്ട് തടസ്സമുണ്ടായിരിക്കുന്നതല്ല. അപേക്ഷിക്കുന്ന ആളുകൾക്ക് മറ്റ് പെൻഷനുകൾ ലഭിക്കരുതെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. അർഹതയുള്ളവർ മാത്രം അപേക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. പാവപ്പെട്ടവരാണ് എങ്കിലും നിലവിൽ നീല, വെള്ള റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.